ഹലോ ഗൈസ്, വെൽക്കം ടു ലിറ്റിൽ യമ ഗെയിംസ്. ഞാൻ യാസിൻ. ഇപ്പോൾ കുറേ കാലമായി ശേഷം ഞാനൊരു പുതിയ വീഡിയോയുമായിട്ട് വരികയാണ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഗെയിം പോക്കിമോണിൻ്റെ എമറാൾഡ് ഹൈപ്പർ വെർഷൻ്റെ ഗെയിം റോം ഹാക്കിൻ്റെയാണ്. ഇതാണ് അതിൻ്റെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് റോം ഹാക്ക്. കുറേ ഉണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് റോം ഹാക്കായ ഹൈപ്പർ എമറാൾഡ് വെർഷൻ അല്ലെങ്കിൽ ലോസ്റ്റ് ആർക്ക് എന്നും പറയുന്ന ഈ ഗെയിമിൻ്റെ ഇതാണ് ഗെയിം പ്ലേ. ഇന്ന് ഈ ഗെയിം ഹൈപ്പർ എമറാൾഡിൻ്റെ കുറേ നല്ലൊരു ഗെയിമാണ്. ഞാൻ ഇപ്പോൾ 1 മണിക്കൂർ കളിച്ച് നോക്കിയത് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിമാണ്. അത് നല്ല അതേപോലെ തന്നെ വളരെ ഹാർഡുമാണ് ഗെയിം. സ്റ്റാൻഡേർഡ് മോഡിൽ പോലും വളരെ ഹാർഡ് ആണ് പ്ലേ ചെയ്യാൻ. ഇതിൽ പിന്നെ എല്ലാ ജനറേഷൻ പോക്കിമോണും ഉണ്ട്, 2 റീജൻ്റെ മാപ്പും ഉണ്ട്, പിന്നെ 16 ജിമ്മുണ്ട്. അതൊക്കെയുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വെർഷൻ, പുതിയ ഇറങ്ങിയ വെർഷനാണ് ഹൈപ്പർ എമറാൾഡ് എന്ന് പറഞ്ഞാൽ പുതിയ ഈ ഗെയിം റോം ഹാക്ക്. ബാക്കിയുള്ള റോം ഹാക്കിനേക്കാളും വളരെ നല്ലൊരു ഗെയിമാണ്. പുതിയ ഒരു വെർഷൻ്റെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഗെയിമാണ്. അതേപോലെ തന്നെ വളരെ ഹാർഡാണ് കളിക്കാൻ. കുറേ ബുദ്ധിമുട്ടണം. പല ഗെയിമിലും നമ്മൾ തോറ്റുകൊണ്ടിരിക്കുന്ന ഓരോ മാച്ചിലൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ഗെയിമാണ്. പിന്നെ ഈ ഗെയിമിൻ്റെ പുതിയ വേറെ സംശയതയെന്ന് പറഞ്ഞാൽ കുറേ ഫീച്ചേഴ്സ് അൺലോക്ക് ആയിട്ടുണ്ട്. പിന്നെ അൾട്രാ ബീസ്റ്റുകളുണ്ട്, വേറെ പോക്കിമോൺസ് പല ഗാഷ്യൻ ഫോമും എല്ലാതും ഉണ്ട്, ഗ്ലാസിയൻ ഫോമും എല്ലാ ഫോമുകളും ഉണ്ട്. പിന്നെ ആണെങ്കിൽ ബാക്കിലെ കുറേ വില്ലൻസ്, ടീം റോക്കറ്റ്, അക്വ, മേഘ, അങ്ങനെ എല്ലാ വില്ലൻസും ഒന്നിച്ച് ഒരു ഓർഗനൈസേഷൻ ആയിട്ടുള്ള അതിൻ്റെ ഒരു ഇതും കൂടി ഉണ്ട്. അതേപോലെ പലതും ഉണ്ട്. എല്ലാ വില്ലന്മാരും ഒരു ഓർഗനൈസേഷനായിട്ട് ഈ ലോകം ഡിസ്ട്രോയ് ചെയ്യാൻ പോകണം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. നമ്മൾ തന്നെ ഇപ്പോൾ കളിയിലേക്ക് നമുക്ക് കടക്കാം. നെയിം ചൂസ് ചെയ്യാൻ ഞാൻ ഇപ്പോൾ എന്താ ലിറ്റിൽ യമ, അതിന് പറ്റിയ സ്ഥലം ഉണ്ടാവും, ലിറ്റിൽക്ക് സ്ഥലം ഉണ്ടാവും. അപ്പോൾ യമാന്ന് മാത്രം കൊടുക്കാം അല്ലേ, യമാന്ന് മാത്രം കൊടുക്കാം. ലിറ്റിൽ നമുക്ക് സ്ഥലം ചെയ്യാതെ ഉണ്ട്, അപ്പോൾ യമാന്ന് മാത്രം കൊടുക്കാം. പിന്നെ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ വളരെ കളിക്കാൻ നല്ല രസമാണ്. ഞാൻ ഈ എമറാൾഡിൻ്റെ ഒക്കെ പല വെർഷൻസും ഗെയിം റോം ഹാക്ക് കളിച്ചിട്ടുള്ളത് കഴിഞ്ഞ്, പക്ഷെ അതിലൊക്കെ കുറച്ച് കാണാൻ എല്ലാം എമറാൾഡ് കളിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ബോറടിക്കും. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഞാൻ ഇപ്പോൾ 1 മണിക്കൂറേ കളിച്ചിട്ടുള്ളൂ. നല്ല ടഫാണെങ്കിലും നല്ല രസമുണ്ട് കളിക്കാൻ. തീരെ അധികം ബോറടിക്കുകയൊന്നുമില്ല. ബാക്കിയുള്ള വെർഷൻ ഈ കാണണം നല്ലതാണ്. പിന്നെ ആണെങ്കിൽ മെഗാ ഉണ്ട്, ഈ ഗ്ലാസിയൻ ഫോം ഉണ്ട്, പിന്നെ ഡൈനാമാക്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. കാരണം തന്നെ ഈ നല്ല കളിക്കാൻ രസമുണ്ട്, ഒക്കെ ഉണ്ട്. നമ്മളെ ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ആദ്യം ഇതിൻ്റെ ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ഇതിലേക്ക് കടക്കുകയാണ്. ഒക്കെ കഴിഞ്ഞെടുത്ത് അയാൾ കുറേ നേരമായിട്ടുള്ള ഓരോന്ന് പറയലൊക്കെ കഴിഞ്ഞെടുത്ത് ഗെയിമിലേക്ക് കടക്കുക. അത് ആദ്യം വരുന്നതിന് ആർക്കിയസ്, മറ്റേ ഡയാൾഗ, പാൽക്കിയ, ഗിരാറ്റിന ഒക്കെ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക. ലോകം ഇപ്പോൾ നശിക്കാൻ പോവുകയാണ്, അങ്ങനെ ബ്ലാ 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 അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടാ. ഷോ ബിഫോർ അപ്പോൾ ഫ്യൂച്ചറിൻ്റെ നമുക്കൊരു ഭാഗം കാണിക്കുക എന്തൊക്കെ നടക്കാൻ പോകണം. പോള് നമ്മളെ പോള് ഇത് വില്ലനായിരിക്കുകയാണ് കേട്ടോ. സ്ട്രോങ് ആവാൻ വേണ്ടി പോൾ വില്ലനായിരിക്കുകയാണ്. പോൾ ഒരു വില്ലനായി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പോളൊന്നും വില്ലനാവുമെന്ന്. പിന്നെ ഇതാ ടീം റോക്കറ്റ്, ബ്ലൂ ഉണ്ട്. ബാക്കിയുള്ള എല്ലാ ഇതിൻ്റെ ജനറേഷൻ്റെ ഓരോതിൻ്റെ പ്രൊട്ടാഗനിസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ബ്ലൂ, റെഡ്, ഗോൾഡ് ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. മാക്സി അതാ സ്റ്റീവൻ, സ്റ്റീവനും എല്ലാവരും ഉണ്ട്. ആർച്ചി ഒക്കെ ഉണ്ട്. വില്ലന്മാരൊക്കെ മെയിൻ എല്ലാവരും ഉണ്ട്. ഒരു അലയൻസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ജിയോവാണിയാണ് എൻ്റെ തലവൻ. ബാലൻസ് എല്ലാവരും ഉണ്ടല്ലോ. അതെ നമ്മളിപ്പോൾ ഗോൾഡ് അവരെ ചലഞ്ച് ചെയ്ത് എന്നിട്ട് തോറ്റെടുത്തിട്ടാ. അവരൊക്കെ കുറേ ലെജൻഡറി പോക്കിമോണൊക്കെ ഉള്ളത് പറഞ്ഞു. കാരണം ഗോൾഡ് ചലഞ്ച് ചെയ്ത് എന്നിട്ട് തോറ്റ്. അതെ നെക്രോമാസ, സൈറസ്, ഹെവന് പർപ്പ്, എന്തൊക്കെയാണ് പറയണേ, ടൈർ എണ്ണോണ്ടി മൗണ്ട്. അവന്മാർ ഈ നെക്രോമാൻസിനെ കൺട്രോൾ ചെയ്യാണ്. പിന്നെ ലൂക്കിയ, ഡാർക്ക് ലൂക്കിയ, പാൽക്കിയ ഒക്കെ യൂത്ത് അല്ല, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുക. ഇതൊക്കെ വെച്ചിട്ട് അവന്മാർ ലോകം
ഭരിക്കാൻ പോകണം ഡിസ്ട്രോയ് ചെയ്തിട്ട് എന്താണ് ബ്ലാ 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 ഇതന്നെ. ഈ വില്ലന്മാരുടെ ലൈൻ ഒരിക്കലും മാറും. എപ്പോഴും ഇത് ഒരേ ലൈനുകളാണ് എപ്പോഴും പറയണേ. അത് ഒരിക്കലും മാറിയതാ. ഇപ്പം വില്ലന്മാരൊക്കെ ഒരുമിച്ച് നിൽക്കുകയാണ്. വേറെ ഒരു വില്ലൻ ഫൈനൽ ബോസിൻ്റെ വേറെ ലെവലാണ്. എല്ലാ ഫൈനൽ ബോസും കൂടി ഒന്നിച്ച് നിൽക്കുക. അപ്പോൾ വില്ലന്മാരെ ഒക്കെ ഒരുമിച്ചായ കാരണം ആഷ് എല്ലാ ബാക്കിയുള്ള പ്രൊട്ടാഗനസിൻ്റെ റെഡ് എല്ലാവരും കൂടിയുള്ള വേറെ ലൈന് വേറെ ലെവലാട്ടാ. ബാക്കിയുള്ള ഗെയിമിൽ നിന്ന് വ്യത്യാസമാണ്. ഈ കണ്ട വില്ലന്മാരും ഒരു ഹീറോസ് ഒരു സൈഡിൽ എല്ലാവരും കൂടി ഒന്നിച്ചെന്ന ഒരു ഇൻഫിനിറ്റി ഓർ എൻഡ് ഗെയിം രീതിയിലുള്ളത് നല്ല രസമാണ്. ഗെയിം എങ്ങനെ ഞാൻ കളിച്ചുകൊണ്ട് ഇത് അവസാനത്തെ എങ്ങനെയൊക്കെ ആരൊക്കെ ഇത് ബാച്ചിലുണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പോക്കിമോണോ അവരൊക്കെ പല പുതിയ ടൈപ്പ് പോക്കിമോണോ ഏതൊക്കെയാണ് വരികയെന്ന് അറിയാനും പറ്റില്ല. നമ്മളെ സിറ്റിയിലെത്തിയിട്ടുണ്ട്. എന്ത് സിറ്റിയാണ് ഈ സിറ്റിയിലെത്തിയിട്ടുണ്ട്? നമ്മളെ തുടക്കം ഉള്ള സിറ്റിയിലാണ് ആദ്യം പോക്കിമോണിനെ നമ്മളിപ്പോൾ നമ്മൾ ക്ലോക്ക് സെറ്റ് ചെയ്യേണ്ടതാണ്. ഡിഫിക്കൽട്ടി നമുക്ക് ചൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ സ്റ്റാൻഡേർഡാണ് കൊടുക്കണേ. അത് സ്റ്റാൻഡേർഡ് ഞാനിപ്പോൾ കൊടുത്തിട്ട് തന്നെ എന്താണ് സ്റ്റാൻഡേർഡ് ഡിഫിക്കൽട്ടിയാണ് ഞാൻ കൊടുത്തത്. എന്നിട്ട് പോലും ഒടുക്കത്തെ ഡിഫിക്കൽട്ടി എന്ത് ഹാർഡായിരുന്നു. എനിക്ക് തന്നെ ആകെ 1 മണിക്കൂറേ കളിച്ചുള്ള 1 മണിക്കൂറിൽ തന്നെ വളരെ ഹാർഡായിരുന്നു. എനിക്ക് പോക്കിമോണിനെ എത്ര ലെവലപ്പ് ആക്കിയിട്ടും തീരെ കളിക്കാനെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് അത്രയും ബുദ്ധിമുട്ട്. അപ്പോൾ ഹാർഡിലൊക്കെ എത്ര ബുദ്ധിമുട്ടാവും. ഞാനപ്പോൾ ക്ലോക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാ. അപ്പോൾ എന്നിട്ട് വന്നിട്ട് പറയാണ് ഒക്കെ മൂവേഴ്സ് കണ്ടിന്യൂ അതൊക്കെ എല്ലാം കഴിഞ്ഞിരുന്നു. ഞാനിതൊക്കെ നോക്കട്ടെ. ബുക്ക് എന്തൊക്കെയാണ് നോക്കട്ടെ. ബുക്ക് എന്തെങ്കിലും ഉണ്ട്. റൂൾ നമ്പർ 1 സ്റ്റാർട്ട് സേവ് അതൊക്കെ വേറെ എന്ത് അവിടെ ഒന്നും ഉണ്ടാകുന്നില്ല. പിന്നെന്താ ഡിഫിക്കൽട്ട് ചിലത് അത് പ്രസ് വേറെ ഉണ്ട്. നോട്ട് റെഡി എന്നാ ഡിഫിക്കൽട്ടി നോട്ട് അതെന്താ കിട്ടും. അധികമൊന്നും ഐറ്റംസ് നമുക്കിനി ഇതുണ്ട്. യമനെ വിളിക്കുന്നുണ്ട്. പെറ്റല ഡാഡിനെ പറ്റി കാണിക്കുകയാണ്. സത്യമായിട്ട് പെറ്റൽ ഒരു ജിമ്മ് അത് മിസ്സായി. ഇതെന്നും പറയുന്ന ഒരേ കാര്യം പ്രൊഫസർ ബിർച്ച് അയാളെ കാണാൻ പോയി പറയാം എന്നും പറയുന്ന പോലെ തന്നെ എല്ലാതിൻ്റെയും വെർഷനുകൾ. അപ്പോൾ പ്രൊഫസർ ബിർച്ചിൻ്റെ ഇതിൽ പോയി നോക്കട്ടെ. പ്രൊഫസർ പിടിച്ച് പോയി ഫീൽഡ് വർക്കിന് പോയിക്കുക എന്നാണ് പറയുന്നത്. സ്റ്റഡി എന്ത് സ്റ്റഡിയാണ്? ലബോറട്ടറി ഡെസ്ക് ഹീസ് നോട്ട് ടൈപ്പ് അപ്പോൾ ഇവിടെ അതെന്താ അതൊന്നുമില്ല. സോ അവിടെ ഒന്നുമില്ല. തിരിച്ച് നമ്മൾ പ്രൊഫസർ ബിർച്ചിനെ കാണാൻ പോകണം. അവിടെ അവിടെ പോയ ആ കുട്ടി വന്നിട്ടുണ്ട് കേട്ടാ. അവിടെ വേൾഡ് ജബ് അവിടെ പോകരുത് ഡേഞ്ചറസ് എന്താണ് മറ്റേ മെയിൻ്റെ വീട്ടിൽ പോകണം തോന്നുന്നു. എന്നാലേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. മെയ്യുടെ അമ്മ വന്ന് എന്തൊക്കെ ചോദിക്കാനാ യമാറ് നെക്സ്റ്റ് ഡോർ ഡോക്ടർ ഫ്രണ്ട് ആവുക. അയ്യോ വന്നപ്പോൾ തന്നെ എന്നിട്ട് ഫ്രണ്ട് ആവുക. എന്താ അത് വന്നിട്ടോ മെയ് വന്നോടുത്ത് ആരെയും നോക്കിക്കുക. അവിടെ എന്ത് ലോകത്തിലുള്ള എല്ലാ പോക്കിമോണിൻ്റെയും കൂടെ ഫ്രണ്ട് ആവുക. വേറെ ലെവൽ ഡ്രീം തന്നെ. നല്ല ഡ്രീമല്ലേ. ലോകത്തിലുള്ള എല്ലാ പോക്കിമോണിൻ്റെ കൂടെ ഫ്രണ്ട് ആവുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണല്ലേ. അതിന് എത്ര കാലം ജീവിക്കേണ്ടി വരും. ഇമോർട്ടലാവേണ്ടി വരും. നമ്മളിപ്പോൾ അവിടേക്ക് തന്നെ പോവുകയാണേ. അപ്പോൾ നമുക്ക് അവിടേക്ക് ചെല്ലാം. ആ കുട്ടി അമ്മയ്ക്ക് എന്ത് വളരെ സ്വഭാവം ഇല്ലാത്ത കുട്ടിയാണല്ലേ. നമ്മളോട് അങ്ങോട്ട് ചെല്ലണ്ട. എന്നിട്ട് ആ കുട്ടി അവിടെ ഇങ്ങനെ നിന്ന് നോക്കുക. അപ്പോൾ ചാർമെൻഡർ ബൾബസോർ സ്കോട്ടൻ. അപ്പോൾ ഞാൻ ചാർമെൻഡർ അങ്ങോട്ട് തിരഞ്ഞെടുക്കാം. അതുകൊണ്ട് ആലോചിക്കാനൊന്നുമില്ല. അതെന്ത് ഗ്ലാൻസിയൻ ഫോം. അതേത് ഫോമായ സാധാ സിഗ്സാക്കിനല്ല. നമ്മൾ ആദ്യത്തെ ഫൈറ്റ് തന്നെ സിഗ്സാക്കിനായിട്ടാണ് എല്ലാ തവണത്തെയും പോലെ. ഈ സിഗ്സാക്കും ലെവലപ്പ് ചെയ്തിട്ട് പിന്നെയും ലെവല് 2 ലെവലാപ്പ്. SP ഷെയർ ഉണ്ട്. നമുക്ക് തുടക്കത്തിൽ തന്നെ SP ഷെയർ എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നുണ്ട്. അപ്പം ഇനി ഓരോ പോക്കിമോണിനായിട്ട് കളിക്കേണ്ടി വരിക. അത് നല്ല കാര്യം. ലാബിക്ക് നമ്മളിതാ പ്രൊഫസർ ബിർച്ചിൻ്റെ പ്രൊഫസർ ബിച്ചോ ചാർമാൻഡർ നമുക്ക് കിട്ടിയിട്ട് പ്രൊഫസർ ബിച്ച് തന്നു കൊടുത്തു. എന്നിട്ട് നിക് നെയിം കൊടുക്കാൻ പറയുന്നുണ്ട്. എന്താപ്പം ഞാൻ നെയിം കൊടുക്കുക? ഫസ്റ്റ് പോക്കിമോണല്ലേ കിങ്.
എന്നിട്ട് കിങ് എന്ന് കൊടുത്താലോ? ആ കിങ് എന്ന് കൊടുക്കാം. കിങ് ഫസ്റ്റ് പോക്കിമോണായ കാരണം അതിന് അത് തന്നെ കൊടുക്കാം. കിങ് ആവട്ടെ. അതായത് കിങ് ഓക്കെ, കിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ എല്ലാ പോക്കിമോണിൻ്റെയും രാജാവായി ഭരിക്കട്ടെ അങ്ങോട്ട്. അതിന് മറ്റേ അങ്ങനെ ഞാൻ അത് നോന്ന് തന്നെ അമർത്തിയെടുത്ത് ആദ്യം. അപ്പം തന്നെ നോന്ന് പറഞ്ഞാലും നമ്മൾ ഫോഴ്സ് ചെയ്യിപ്പിച്ച് അത് ചെയ്യിപ്പിക്കാം. മെയ്യുടെ കൊണ്ട് ബാറ്റിന് ചെയ്യിപ്പിക്കൂട്ടാ. എന്താ അവിടെ പോയാൽ അവിടെ അയ്യ ഇവിടെ അയ്യോട്ടാണ് ഈ മെയ് ഏതാ ഫാദർ വീട്ടിൽ ഇരിക്കാൻ പറ്റുക, അടങ്ങിടങ്ങി വീട്ടിൽ ഇരിക്കാൻ പറ്റുകയാണ്. എന്ത് തള്ളയാണ് വീട്ടിൽ അടങ്ങിടങ്ങി ഇരിക്കാൻ പറ്റുകയാണ്. എന്താണല്ലേ അത് നമുക്ക് ഇവിടെ വേറെ ബാറ്റിലാണ് സിദ്ധാക്കോൺ തന്നെ. അത് മൊത്തം സിദ്ധാക്കോൺ എന്താണ് എത്ര പോരാണ് അടുത്ത് തോപ്പിച്ചേക്കാം. നമുക്ക് കുറച്ച് SP ഒക്കെ കിട്ടുമല്ലോ. നല്ല SP കുറച്ച് കിട്ടിയല്ലോ. എന്താണ് ആകെ കുറച്ച് SP കിട്ടുന്നുള്ളൂ കേട്ടോ. പിന്നെയും പോക്കിമോൻ ഞാൻ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുള്ളൂ അപ്പോഴത്തേക്കും പിന്നെയും സിദ്ധാക്കോൺ, വേറൊരു സിദ്ധാക്കോണും കൂടെ. ജസ്റ്റ് ഒരു ഇത്തിരി നടക്കുമ്പോഴത്തേക്കും പിന്നെ ടാക്കിൾ ചെയ്തെടുത്ത് എംബർ, പിന്നെ സിദ്ധാക്കോൺ ലെവൽ 8 ആയിട്ടുണ്ട്. ലെവൽ സ്മോൾ സ്ക്രീൻ ലേൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. കിങ് റൂൾ ചെയ്യാനായി പോവുകയാണ്. ജേണി ഇതെന്ത് ഇവിടെ എന്താ ഓരോ വീട്ടിലും കയറിയിട്ട് എന്തായാലും പോയേക്കാം. ഒന്നുമില്ലേ ഇതാ നമ്മൾ റൂട്ട് 100 അതിലേക്കൂടെയാണ് പോണത്. ആദ്യം ഏതാ പോക്കിമോൺ ക്രിക്ക് ടോട്ട് എന്തോ ടോട്ട്. നമുക്കതിൽ നിന്ന് എന്തായാലും പോവാം ഇവിടുന്ന്. മെയിനതാ കണ്ടിരിക്കുന്നു. എന്താ മെയ് നമ്മളോട് ഹായ് എപ്പം കണ്ട് കണ്ടിട്ടേ ഉള്ളൂ. ഒരു 2 മിനിറ്റ് പോയി അപ്പോഴത്തേനും ഹായ് എന്നൊക്കെ എന്തിനാ പറയുന്നത്? അവളിപ്പോൾ കണ്ടിട്ടല്ലേ സംസാരിച്ചിട്ടുണ്ടാഞ്ഞുള്ളൂല്ലോ. അതെന്തായാലും നമ്മൾ ബാറ്റിൽ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. മടുക്കിബ് അത് ഓളെയൊക്കെ മടുപ്പിക്കും, നമ്മളെയൊക്കെ ചാർമാൻഡർ. ഇത് എവിടുത്തെ നിയമം? നമുക്ക് ആകെ ഈ മറ്റേ ഫസ്റ്റ് ജനറേഷൻ്റെ പോക്കിമോൻ മാത്രമേ ഇതാക്കാൻ തന്നിട്ടുണ്ടാഞ്ഞുള്ളൂ. എന്താണല്ലേ ഇവിടെ ഹാങ്ങിൻ്റെ മിറാക്കിൾസ് അത്യാവശ്യട്ടാ. ഒരു ലെവലിനൊക്കെ സർവ് ചെയ്യണത് ഈ ഒരു പുതിയ ഗെയിമുകളിൽ ടഫായ കാരണം തോന്നുന്നു. ഒരു ലെവലിനൊക്കെ നമുക്ക് സർവൈവ് ചെയ്യണ ഒരു ഇതുണ്ട് മിറാക്കിൾസിൽ. നമ്മൾ പോക്കിമോൻ്റെ കൂടെ നല്ല ബോണ്ട് ഔട്ടുള്ള കാരണമാണ്. എന്തായാലും മെയ് എന്നെ തോപ്പിച്ച് കഴിഞ്ഞ് വൈറ്റ് ഔട്ട് ആക്കിയെടുത്ത് എന്തായാലും ഞാൻ ഒന്നും കൂടി സ്പീഡ് റൺ ചെയ്താൽ അവിടെ വെറുതെ പോയത്. പ്രൊഫസർ ബെർച്ചിൻ്റെ പിച്ചെന്ന് ഞാൻ പറഞ്ഞത് ബെർച്ചിൻ്റെ അടുത്ത് പോയി ഒന്ന് ജസ്റ്റ് എന്നിട്ട് ഒന്നും കൂടി പെടുന്ന നല്ല SP ഒക്കെ എടുത്തിട്ട് അത് ലെവലബാക്കിയിട്ടൊന്ന് പോവാം. അതേതാ ബെൽബക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലായിടത്തും നല്ല ഫാസ്റ്റ് ഒന്ന് കളിച്ചിട്ട് വേഗം ഒന്ന് പോകാൻ കണ്ട് ഇത് അവിടെ ഡിഫീറ്റ് ചെയ്യുക. അത് കുറച്ചും കൂടി പോക്കിയാണ്. അതെന്താ ഇവനെന്നെ ഫൈറ്റ് ചെയ്തു എന്നാൽ കുറച്ച് SP ഒക്കെ കിട്ടിയെന്ന്. പൂച്ചയാന അതൊക്കെ ഒന്ന് വേഗം എന്താണ് ഒരു കുറച്ച് ലെവൽ ഒരു 9, 10 ആക്കാം. എന്നിട്ട് അങ്ങോട്ട് പോയാൽ മഡ്കീപ്പാണെങ്കിൽ ഒടുക്കത്തെ സ്ട്രോങ് ആയി. ഞാൻ പറഞ്ഞില്ല ഹാർഡാണ്, വളരെ കളിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഗെയിമാണ്. അത് കാരണം തന്നെ നല്ല കളിക്കാൻ ബുദ്ധിമുട്ടുള്ള ഗെയിമായ കാരണം തന്നെ കുറച്ച് പോക്കിമോൺസിനെ എല്ലാം കൊണ്ട് ഒരു SP ഫാർമിങ് കൊണ്ട് ചെയ്യുക. ഫാർമിങ് പോലെ SP ഫാർമിങ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. കുറേ വേറെ പോക്കിമോണൊന്നും എന്താ പറയുക. നേരത്തൊക്കെ എത്ര പോക്കിമോൺ വന്നത് ഇടയ്ക്ക് തീരെ പോക്കിമോണൊന്നും വരിക, ഓടിയാലും ചാടിയാലൊന്നും എവിടെയെങ്കിലും പോക്കി അനാവശ്യമായിട്ട് ഇങ്ങോട്ട് വരിക. മാർക്കൊന്നും എന്താ പൂജയാണ്. വേറെ പോക്കിമോണൊന്നും ഇതൊക്കെ ഫസ്റ്റും സെക്കൻഡും ജനറേഷൻ്റെ മാത്രമേ വരുന്നുള്ളൂ. ആദ്യം മറ്റേ ഏതോ ഗ്ലാസിയൻ ഏതോ ഒരു പോക്കിമോൺ ഇതാക്കൊണ്ട് വേറെ ടൈപ്പ് വന്നുണ്ടായി. എന്തായാലും പോക്കിമോൺ സെൻറ്ററിൽ പോയി ഒന്ന് പോക്കിമോണിൻ്റെ ഹീൽ ചെയ്തിട്ട് പോവാം. ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് കൊടുത്തിന് അവിടെ ഒന്ന് കയറാണ് വേണ്ട. വേറെ വേറെ ടോട്ടോടെ അതെന്താ സ്റ്റാർട്ടർ പോക്കിമോണൊക്കെ. പക്ഷേ എനിക്ക് കളിക്കണമെന്നുണ്ട്. പക്ഷേ എന്നെ വെറുതെ തോപ്പിക്കും. കിട്ടുകയല്ലോ പോക്കിബോൾ. അത് കാരണം ആ പോക്കിമോൺ പോയെടുത്ത് എന്താണല്ലേ. ഇവിടെ മെയിനായിട്ട് ഒരു തവണ കൂടെ ഫൈറ്റ് ചെയ്തൊക്കെ ഇത്താണ് എങ്ങനെയെങ്കിലും. മടിക്കിപ്പ് വാട്ടർ ഗണ്ണൊക്കെ ഉണ്ട്, അതാണ് പ്രശ്നം. വാട്ടർ ഗൺ അത് കണ്ട അവൾ എത്ര എഫക്റ്റീവാണ്. ഞാൻ
10 ലെവൽ, അതായത് 5 ലെവൽ മുകളിൽ അയച്ചു പോലും ഓളെ വാട്ടർ ഗണ്ണ് എന്നെ ഒറ്റയടിക്ക് വൈറ്റ് ഔട്ട് ചെയ്യും. മറ്റേ ആ ഒരു ഹാർഡായ കാരണമുള്ള അവരത് തന്നുള്ള കാരണം മാത്രമേ രക്ഷപ്പെട്ടെടുത്ത് ഈ ഒരു ലെവലിലും കണ്ട് പിടിച്ചിരിക്കും പോക്കിമോൺ. എന്തായാലും നമ്മൾ നന്ന ഓളെ തോപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി തിരിച്ചു പോവാം. എവിടുക്കാൻ വന്ന് അങ്ങനെ തന്നെ പോകണം. പക്ഷേ എന്താണിത്, റണ്ണിങ് ബൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എത്ര വേഗം ഇവിടുന്ന് പോവാഞ്ഞ്. ഇതാണെങ്കിൽ ആ റണ്ണിങ് ബൂട്ടൊന്നും ഇല്ല. ഇങ്ങനെ പതുക്കെ നടന്ന് പോകണം. നമ്മളിതിപ്പോൾ നടന്ന് പോവുകയാണ് പതുക്കെ. ബെർച്ചിൻ്റെ അടുത്ത് ബിച്ചേരത് അങ്ങോട്ട് കൺഫ്യൂഷനാണ്. ഇയാളെ പേര് ഇടക്കിടക്ക് ബിച്ചിന്ന് ആയേ വരിക. ബെർച്ചിനാകണ എന്ത് പേരാ. പോക്കി ഡ്രസ് റിസീവ് ചെയ്തിട്ടുണ്ട് അയാളെ കയ്യിൽ നിന്ന്. പ്രൊഫസറിൻ്റെ കയ്യിൽ നിന്ന് ഒരു പോക്കി ഡ്രസ് കിട്ടിയിട്ടുണ്ട്. മറ്റെപ്പോഴും പ്രൊഫസർ ഓക്കെ ആവാറ് കഴിഞ്ഞു. ഇതിപ്പോൾ ഇയാളാണ് ബെർച്ച്. ഇവിടെയൊക്കെ ഈ മെയ്താ പോക്കി ഡ്രസ്സും പിന്നെ പോക്കി ബോൾസ് മെയ് പോക്കി ബോൾസും തന്നെ ആകെ കുറേ പോക്കിമോൺ പിടിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ക്യൂട്ട്. പോക്കിമോണിനൊക്കെ ക്യൂട്ടുണ്ടായി. എല്ലാ പോക്കിമോണും വളരെ ഭയങ്കരമായ വൈലൻ്റ് ടൈപ്പല്ലേ, അതിലൊക്കെ ക്യൂട്ടനാ. എന്നാ മം യാം യാം യാമ യാമ എന്താ വാട്ടെ ഹടവർ ചാവർമാൻ്റെ ഒരു തീ ഇങ്ങനെ മേൽക്കൂടിയ തീൻ്റെ ഇൻകാർണേഷൻ, ഫയർ ഇൻകാർണേഷന് എന്ത് അഡോറബിൾ എന്ന് പറയുക. റണ്ണിങ് ബൂട്ട് എന്തായാലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് വേഗതയിൽ നടക്കാം. ഫാദർ ഓവർ ജോയിഡ് എന്തോ ഓവർ ജോയിഡ് ഉണ്ടാവാനാ. വീട്ടിൽ പോയി എന്തായാലും ഞാൻ ഒന്ന് വീട്ടിൽ പോയിട്ട് പോക്കി ഡെസ്ക് പോക്കിമോൺ വൈറ്റ് ഔട്ടാണ്, ഫെയിൻറ്റഡാണ്. അപ്പോൾ ഒന്ന് നമ്മൾ ഹീൽ ചെയ്തിട്ട് പോവാം. എന്തായാലും ഇവിടുന്ന് ഒരു ഫ്രീ ആയിട്ടുള്ള ഹീൽ ഉണ്ടല്ലോ, വേറെ എവിടെയും പോകണ്ടല്ലോ. പോക്കിമോൺ സെൻറ്ററിലൊന്നും ഇവിടുന്ന് അങ്ങോട്ട് ഹീൽ ചെയ്തിട്ട് അങ്ങോട്ട് പോവുക. ഹീൽ ചെയ്ത് കഴിഞ്ഞ് അവിടെ പോക്കിമോൺ ഏതെങ്കിലും ക്യാച്ച് ചെയ്യണമല്ലോ. സിസാക്കോ വേറൊന്നും പോക്കിമോണൊന്നും ഇല്ലേ. വേറെ പോക്കിമോൺ ചെയ്യാതെ ഇതെന്താ നമ്മളെ ടോട്ടോഡാലിന് പോയി ഒന്ന് ഇവിടെ എന്താ ഇവിടെ ഒന്ന് നോക്കിയിട്ട് ആരും പോയി. ഇതൊക്കെ എന്ത് ഈ അഡ്വൈസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. എനിക്കൊന്നും തരാനൊന്നും ഇല്ലേ. NPCകളെ എന്തെങ്കിലുമൊക്കെ താഴെ കുറച്ച് ഒന്നും തരായില്ലേ. എന്തായാലും ടോട്ടോഡാലിനൊന്ന് പോയി നോക്കാം. കിട്ടി അതെന്ത് പിഡോ ഈ പിജിയോട്ടിൻ്റെ വേറെ വെർഷൻ എന്താണ് ഇവിടെ പണി. വേറെ ഇത് ക്രിക്കോട്ടാ ക്രിക്കറ്റോട്ട് എന്തെങ്കിലും ആവട്ടെ. ഇതല്ലാതെ വേറൊരു പോക്കിമോണും വരുന്നില്ലല്ലോ. എന്താണ് ഇതേതാ ലേഡി ഇതും അല്ലേ ഇതൊക്കെയാണോ? വേറൊന്നും വരുന്നില്ലല്ലോ. വേറെ പോക്കിമോണൊന്നും വരുന്നില്ല തോന്നുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു പോയാലോ, കിട്ടുമെന്ന് തോന്നി കേട്ടോ. ടോട്ടോഡായിൽ വീഡിയോ അതന്നെ ടോട്ടോഡായിൽ എന്താ വന്ന് ഞാൻ നേരത്തെ ജസ്റ്റ് വന്നല്ലോ. എന്നിട്ട് ഇപ്പം ഞാനിത് സ്കെച്ച് ചെയ്യേ ഫ്രൂട്ട് പ്രിൻ്റാ. ഏത് പൊട്ട ഏതോ ഫുട് പ്രിൻ്റ് കണ്ട് അത്, പക്ഷേ തൻ്റെ സ്വന്തം ഫുട് പ്രിൻ്റാണെന്ന്. എന്നിട്ട് അത് മനസ്സിലായത് ആദ്യം. ഏത് പൊട്ടനാണിത്. ബസ് ഹോള് സാധനം എന്താ ബ്ലൂ ആൻഡ് റെഡ് അവരെന്താണ് അൾട്രാ ബേസ് അതാ എന്ത് ബേസിക് ബേസ്റ്റ് ബ്ലൂ ബ്ലൂവാ. പിന്നെ ഇത് റെഡും ബ്ലൂവും കാൻഡോ റീജിയനിൽ നിന്ന് വന്നതാട്ടാ. പക്ഷേ ഇത് ഈ കാൻഡോ റീജിയൻ്റെ ഒക്കെ മാപ്പ് ഉണ്ടാകും. എല്ലാ റീജിയൻ്റെ ഒരു മാപ്പ് ഉണ്ടാകുമെങ്കിൽ എന്താവും ഇനി 8 റീജിയൻ്റെ ഒരു മാപ്പുള്ളൊരു ഗെയിം ഉണ്ടാക്കണോ ഈ എമറാൾഡ്. എന്നാൽ വേറെ ലെവലോ. അത് നമ്മുടെ ഫസ്റ്റ് ട്രെയിനർ NCP നമ്മൾ കണ്ടുമുട്ടിയിരിക്കുന്നു. എൻ്റെ ഏത് ടൈപ്പ് പോക്കിമോണ ബണേൽബി. എൻ്റെ പോക്കിമോൻ ബണേൽബിയാണ്. ബണേൽബി വേഗം മനസ്സിലാപ്പൊക്കെ ചെയ്ത് സൂപ്പർ എഫക്റ്റ്. കിങ് വേറെ ലെവലാക്കണം. കിങ് ഓൺ ഫയർ. കിങ് പവർഫുള്ളാണ് നല്ലോ. $80 കിട്ടിയിട്ടാ നമ്മൾ ഇതിലെ പോയേക്കാം. അവിടെ നീ ഇപ്പോൾ നിൽക്കാൻ കണ്ട കളിക്കാൻ. പിന്നെ ഇതെന്താ പാട്രാറ്റ്. വേറെ നല്ലൊരു പോക്കിമോണും വരുന്നില്ല എനിക്ക് ക്യാച്ച് ചെയ്യാൻ. എന്താണ് പിന്നെ വേറെ ഒരു ട്രെയിനറും കൂടി
പിന്നൊരു വേറെയും ഒരു NCPയെ നമ്മൾ കണ്ടുമുട്ടി ഗായ്സ്. സിസാക്കോൺ. ഗായ്സ് ഇത് 8th ജനറേഷൻ്റെ പോക്കിമോൺ ഉണ്ടായിരുന്നു. ഈ സിസാക്കോണോ റാറ്റിറ്റാറോ ഇതൊക്കെ വരുന്നുള്ള തുടക്കായ കാരണമെന്ന് തോന്നുന്നു. വേറെ പോക്കിമോണൊക്കെ വരുമെന്ന് തോന്നുന്നു, പുതിയ വേറെ ടൈപ്പൊക്കെ. ഞാനാണെങ്കിൽ ആദ്യം തന്നെ വേറെ നല്ല പോക്കിമോണൊക്കെ വരുമെന്ന്. ഡ്രാഗൺ ബ്രീത്താ. ഇതെന്ത് ഡ്രാഗൺ ടൈപ്പ് പോലും ആയിട്ട് അപ്പോഴത്തേനും ഡ്രാഗൺ ബ്രീത്ത് കിട്ടിയ അതെന്ത് കിങ്ങിന് ഒക്കെ ചാരിതോടെ ആയാലല്ലേ ഡ്രാഗൺ ബ്രീത്തൊക്കെ കിട്ടുള്ളൂ. അതെന്താ ഇപ്പം തന്നെ ആദ്യം തന്നെ ഇതൊക്കെ കിട്ടണ്? ഞാനെന്നയ്യ പുതിയ രീതിയിലൊക്കെ ആവും. അങ്ങനെ വേറെ ഇതിയാൽ വഴി ഉണ്ടല്ലോ അവിടെ. ഇത് എവിടെയാണ്? ടൈംലെസ് ഓടാ ടെസ്റ്റ്. 90 പോക്കിമോണിനെ പിടിച്ചിട്ടുണ്ടെന്ന് അയാൾ പറയുന്നത്. എന്താണ് 90 പോക്കിമോണിനൊക്കെ? എന്താ ലിങ്കോങ്ങി എന്തോ ഒരു സാധനം കേട്ടാ. പോക്കിമോൺ തന്നെ. ഇവൻ വേറെ ലെവൽ ഒരു പോക്കിമോൺ തന്നെയുണ്ട്. വിംപോഡ് എന്ന് പറഞ്ഞൊരു പോക്കിമോണ്. ഏതായി പോക്കി ഞാൻ വേറെ കണ്ടിട്ട് പോക്കിമോൺ. അത് ഞാൻ ഇപ്പോൾ ബാക്കിയുള്ള 2 ജനറേഷനാണ് അധികം കണ്ടത്. അത് കാരണം അവർക്ക് അറിയാത്ത ലാസ്റ്റ് 2 പേരാണ്. ഇതെന്ത് ഒരാൾ വന്നിട്ട് നമ്മളിത് എന്തോ വെള്ളച്ചാട്ടത്തിൽ നോക്കിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളെ കണ്ടിട്ട് എന്നാൽ സസ്പീഷ്യസ് ആണെന്ന് പറയാം. എടാ നിങ്ങളാണ് സസ്പീഷ്യസ്. എന്താണ് ഒരു പോക്കിണ്ടോണ്ട് ട്രെയിനർ പിന്നെ കാടിങ്ങനെ നടക്കാനുള്ളതല്ലേ, പിന്നെ നിങ്ങളാണ് ഇവിടെ എന്താണ് ഓരോന്ന് പറഞ്ഞിങ്ങനെ നടക്കണേ? സത്യമായിട്ട് നിങ്ങളാണ് സസ്പീഷ്യസ്. പൂച്ചയാന എവിടെയും പൂച്ചയാനി പോക്കുമോണൊക്കെ തന്നെയുള്ളൂ, വേറെ ഒന്നും ഇല്ലേ? ഞാൻ വേറെ ഏതെങ്കിലുമൊക്കെ പോക്കിമോൺ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഏതാ പിന്നെയും പൂച്ചയാന. എത്ര പോരം പൂച്ചയാനികളാണ്. വേറെ പോക്കിമോണൊന്നും ഇല്ലേ? ഈ 8 ജനറേഷൻ്റെ പോക്കിമോൺ ഉണ്ട് എന്നൊക്കെ. ഇതാര് ബെൽസ്പ്രോട്ടാ. ഞാൻ വേറെ പല എമറാൾഡിൻ്റെ ഗെയിമും കളിച്ചിട്ടുണ്ട്. അതീ പോലും സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ ബെൽസ്പ്രോട്ടൊന്നും വന്നിട്ട് ഞാൻ കണ്ടിട്ടാ. ഇതെന്താണ് ഗെയിം? അത് ഗോസിപ്ലർ. അത് വേറെ ഏതോ പുതിയ പോക്കിമോക്ക് അറിയാം. കണ്ടിട്ടുണ്ട് എവിടോ ഏതാ വഴി അവിടെ ഇതിലെ പോയ പിന്നെയും ബെൽസ്പ്രോട്ട്. എന്താണല്ലേ അവളിപ്പോൾ കാണാത്തത്? പഴയ പോക്കിമോണൊക്കെ ഇത് കണ്ടിട്ടാ അധികം വരാൻ ചാൻസ് ചെയ്യാം. പീച്ചു അത് പീച്ച് വന്നിട്ടുണ്ട്. പിടിച്ചിട്ട് പീക്കാച്ചി ആക്കിയാലേ വേണ്ട, അധികം പവർഫുൾ ആവുകയല്ലേ. ഇത് ഫാൻഡം. ഇത് പിടിക്കണം. നല്ലൊരു പോക്കിമോണാണ് തോന്നുന്നു. ഫാൻഡം അഫക്റ്റ് ചെയ്യല്ലേ, അവൻ ഗോസ്റ്റ് ടൈപ്പ് അല്ലേ. അപ്പോൾ സ്ക്രാച്ച് ഒന്ന് നോർമലി ടൈപ്പ് ഒന്ന് അഫക്റ്റ് ചെയ്യുക. അപ്പോൾ വിൻബോർഡിന് ഇട്ടെടുത്തേക്കാം. വിൻബോർഡ് നോക്കട്ടെ. എന്താ സ്ട്രഗിൾ ബഗ്ഗാ അത്? ഏത് ടൈപ്പ് ഫറ്റാക്കാടായി? കുഴപ്പമില്ല. എന്നിട്ട് പോക്കി ബോൾ ഇട്ട് നോക്കാം. എന്തായാലും അധികം HP കുറച്ച് പിന്നെ കിട്ടും തോന്നുന്നു. കിട്ടി ഒറ്റതിന് ആദ്യത്തെ പോക്കിമോൻ കിട്ടിയത് പാൻഡം. എന്തെങ്കിലും പേര് ഇടണമെന്ന് വിചാരിച്ചു, പിന്നെ വേണ്ട. എന്തായാലും കുറച്ചേ വെക്കുള്ളൂ ഈ പോക്കിമോൻ. അധികം ആളാണ് വെക്കും. വേറെ കുറച്ചും കൂടി നല്ല പോക്കിമോനെ പിടിക്കണം. ഏതെങ്കിലും ലെജൻഡറി അല്ലെങ്കിൽ റിലു അല്ലെങ്കിൽ സാധാ ഏതെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും പിടിക്കണം. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇപ്പിക്ക അങ്ങനത്തെ ഏതെങ്കിലും പോക്കിമോൺസിനൊക്കെ പിടിക്കണം. അല്ലാതെ ഇത് അധികം കാര്യം ഉണ്ടാവില്ല, കുറച്ച് സമയം ഉപയോഗിക്കാൻ പറ്റാൻ. പിന്നെയും പൂച്ചിയാനൊക്കെ വരണേ. പണ്ടൊക്കെ ഈ കാർഡ് ഞാൻ കളിച്ചുള്ള ഈ എമറാൾഡ് ഈ കാർഡ് എപ്പോഴും നമ്മൾ വേറെ സിറ്റിക്ക് പോകുമ്പോൾ ഉള്ളതാണ്. അവിടെയൊക്കെ പലപ്പോഴും ലെജൻഡ് പോക്കിമോണ്ടൊക്കെ പുതിയ ചെറിയ വെർഷനൊക്കെ ഈ അൺഇൻവോൾഡ് വെർഷനൊക്കെ എന്തോ സേഡി അങ്ങനെ എന്ത് പറഞ്ഞിട്ടുള്ള ഓരോ ടൈപ്പ് ലെജൻഡിൻ്റെ ഇത് വെർഷനൊക്കെ വരാറുണ്ട്. ഇതൊന്നും ഇല്ലല്ലോ. റിവറിവൽ ഹെർബ് അതൊന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതെങ്കിലും നല്ലൊരു കാര്യം. പിന്നെ സ്കോട്ട് അതേത് ഇതിലെ പോക്കിമോൺ ഞാൻ കണ്ടിട്ട് കേട്ടാ. ഇപ്പം അതേ പുതിയ പോക്കിമോൺ വരുന്നുണ്ട്. പഴയ പോക്കിമോണാണെങ്കിലും ഇടക്ക് വരണമെങ്കിലും പിന്നെ ഒക്കെ വരണമെങ്കിൽ പുതിയ പോക്കി ഇടക്കിടക്ക് വരുന്നുണ്ട് കേട്ടോ. ഞാൻ കാണാത്ത ഈ ലാസ്റ്റ് ജനറേഷൻ 2 ഞാൻ കണ്ടിട്ട് തീരെ. അതെന്ത് റൂട്ട് 3ക്ക് ഇവിടേക്ക് ഒരു 2 പോക്കിമോൻ ഒരേ സമയത്ത് വന്നിരിക്കുന്നത്. പിക്കും പിജിയും 2 പോക്കിമോൻ ഒരു സമയത്ത്. ഇവിടെ ഒരു വഴി ഉണ്ടായിരുന്നല്ലേ ഇതിയല്ലേ. നമുക്ക് ഇതിയലെ പോയാൽ മതിയെന്ന്. വെറുതെ വെറുതെ ചുറ്റിയാണെന്ന് ഞാൻ പോയെടുത്ത്. ഇവിടെ ഇങ്ങനെ ഒരു വഴി ഉണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല. ക്രിക്കറ്റ്
ചാർജിന് പിടിച്ചാൽ വേണ്ട, വെറുതെ സമയം പോവും. എന്തായാലും ഇതിലെ ഒന്നും കൂടെ പോകണമല്ലോ. പക്ഷേ അതെ, എന്നാൽ എന്താ ഞാൻ ഇവനെ ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവനേക്ക് ഇന്നോട് പറ്റി കുഴപ്പമൊന്നും ബക്കേച്ചർ നിൻ്റെ ബഗ് ടൈപ്പ് പോക്കിമോണൊക്കെ ഞാൻ എൻ്റെ എംബറേജ് തോപ്പിച്ച് കളയും. അയ്യരെ എൻ്റെ കിങ് എത്ര എല്ലാ ബഗ്ഗും ഗ്രാസ് ടൈപ്പ് പോക്കിമോണ്ടെതിരെ എൻ്റെ കിങ് ഒരു കിങ് തന്നെ. എല്ലാ ജോൾട്ടിക്ക ഇത് നമ്മൾ മറ്റേ പോക്കിമോൺ ജേർണീസ് എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ കണ്ടുള്ള പോക്കിമോണ് ജോൾട്ടിക്ക ഈ സാധനമൊക്കെ എൻ്റെ ഇവലേശം ഏതാ വേളുമായ ഏത് ടൈപ്പ് വരും. മറ്റേ SP ഷെയർ ഉള്ള കാരണം ബാക്കിയുള്ള പോക്കിമോണൊക്കെ ഒന്നും ചെയ്യാണ്ട് തന്നെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക. ഇത് വേറെ നല്ല കാര്യം. ബാക്കിയുള്ള ഞാൻ ഇതുവരെ കളിച്ചുള്ളതിലൊന്നും SP ഷെയർ അങ്ങനെ കഴിഞ്ഞ അത് കാരണം ഓരോ പോക്കിമോണിനും ഓരോന്നാഴ്ച ഇങ്ങനെ ഇവോൾവ് ആക്കാനും ഡെവലപ്പ് ചെയ്യാനും എത്ര പണീനി. അപ്പം അത് ചെയ്യാം. ചെന്നി ഇതേലെ വഴി എവിടെയാണ് ഞാൻ നേരത്തെ കണ്ടിന് അതേലും തോന്നുന്നു. ഇത് ബെർണിയ എന്ത് ഏതാ ആദ്യേലെ പോയ ആദ്യേലെ ഉണ്ടായിരുന്നു. ഇതേലെ പോയിട്ട് ഏതോ വഴി പീച്ച് പിന്നെയും കണ്ടിട്ടാ പീച്ചിനെ പിടിക്കണമെന്നുണ്ട്. ഒരു പീക്കാച്ചി കിട്ടുമല്ലോ, അല്ല വേറെ എവിടെന്നെങ്കിലും പീക്കാച്ചി ആയിട്ട് തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും, അത് കിട്ടും. അത് ഗോസി ഫ്ലവർ ഇതും ജേർണീസി ഉണ്ടാകുന്നൊരു പോക്കിമോണാന്ന് തോന്നുന്നു. പിന്നെ അതിലെന്താ പോക്കി ബോള് പൂച്ചയാണേനോ ഒന്നും കൂടി കണ്ടിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഒരു കാര്യമാണ്. ആദ്യമല്ല വഴി കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓഡിഷ് ഇതൊക്കെ ഏതാണ് പഴയ ഫസ്റ്റ് ജനറേഷൻ ഇതൊക്കെ പോകുമ്പോൾ തീരെ എമറാൾഡി വരാത്ത സാധനങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടാ. എത്ര പോരെണ്ണാണ് റൂട്ട് 2. അതെ നമ്മളിപ്പോൾ അത് അവിടെ എത്തിയിട്ടുണ്ട് ഗായ്സ്. റൂട്ട് 2 എന്താണ് ഒരു പോഷൻ കിട്ടിയിട്ടുണ്ട്. ഇതേലെ ഒക്കെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ നമ്മൾ റൂട്ട് 2 എന്ത് പിന്നൊരു പിന്നെയൊരു NCPകളെ എന്താണ് എന്നെ വിടൂ തീരല്ലേ. നമുക്ക് NH എന്താണ് ഇത്രയും പ്രശ്നം? വീടല് വേറെ ലെവല്. ഞാൻ വിചാരിച്ചവന്മാർ പോക്കിമോണ് എൻ്റെ NH ഫൈറ്റ് ചെയ്യാൻ വരുമ്പോൾ വല്ല നല്ല പോക്കിമോണായിട്ടാണ് വരുന്നത്. വീടലൊക്കെ എഴുതി പിന്നെയും ഡെവലപ്പ് ആയിട്ട് നമ്മളെ ഫാൻഡോ റാറ്റിറ്റ തന്നെ വേറെ നല്ലൊരു പോക്കിമോണേജ് വാടായി. എന്താണ് എനിക്ക് വേറെ ഏതെങ്കിലും കുറച്ചുകൂടി നല്ല പോക്കിമോണേജ് വേണം. പിന്നെയും വേറെ പോക്കിമോണൊന്നും ചെയ്യാ. ഇത് എന്താണിത്? വേറെ $120 കിട്ടിയിട്ടുണ്ട്. അത് നല്ല കുറച്ച് പൈസ ഉണ്ടാക്കണ്ടോ മാറി. NCP കളിച്ച് അതെങ്കിലും ഒരു ഗുണം ഉണ്ടാവുമല്ലോ ഗായ്സ്. ഇനി പോക്കിമോൺ സെൻറ്ററിൽ പോയിട്ട് ഒന്ന് ഹീൽ ചെയ്യുക. ഇവന്മാർക്കൊക്കെ നല്ല കിങ് നല്ല HP കുറവുണ്ട്. അപ്പോൾ നമ്മൾ ഹീൽ ചെയ്തേക്കാം. എന്തായാലും ഇനി എവിടെയെങ്കിലുമൊക്കെ ഫൈറ്റ് ഉണ്ടാവും തോന്നുന്നു. ജിമ്മി കയറി വെക്കണമെന്ന് ഇവിടെ ഓൾ ടൈപ്പ് മാസ്റ്റർ എന്ത് തന്നെ വയ്ക്കുന്നത്. അതൊക്കെ എന്ത് ട്രീക്കോണൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ ഇപ്പോൾ എവിടുന്ന് കിട്ടാനാ ടോർച്ചിക്ക് ഗ്രാസ് ഇത് വാട്ടർ പിന്നെ മടക്കിപ്പിൻ്റെ കാര്യം ഒക്കെ ഞാൻ വെറുതെ അനാവശ്യമായിട്ട് വെറുതെ ഈ MCVനേറെ സംസാരിക്കാൻ പോയ വെറുതെ കുറച്ച് സമയം വേസ്റ്റായി കൊടുത്ത്. ഡാഡ് എന്താണ് ഫിനിഷർ എന്ത് റെസ്പോൺസിബിൾ ഫാദർ അറിയാം. സ്വന്തം മോന് ഒരു പോക്കിമോൺ ട്രെയിനർ ആവാൻ പോയിട്ട് ഒന്നും കൊടുത്തിട്ട് എന്നിട്ട് കുറേ റൂൾസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടാ. എന്താണ് ഒരു പോഷവനെങ്കിലും അതുപോലും കൊടുത്തിട്ട് എന്നിട്ട് വർക്ക് ഹാർഡ് റൂട്ടിങ് ഫോർ മീ എന്ന് പറയുക. എന്താണല്ലേ എത്ര ഇറസ്പോൺസിബിൾ ഫാദറാ അത്. എന്നിട്ട് ഇതാ മറ്റേ വാല്യൂ അവനൊരു പോക്കിമോൻ കണ്ട ഇതെന്താണ്? സ്വന്തം മോന് ഒരു പോക്കിമോൻ പോലും കൊടുത്തിട്ടില്ല. എന്നിട്ട് വെറ്റ മാറിന് ഒരു പോക്കിമോണും കൊടുക്കുക, പോക്കിബോളും കൊടുക്കുക, എന്നിട്ട് പോക്കിമോൻ ക്യാച്ച് ചെയ്യാൻ സഹായിക്കാൻ പറയാം. എന്താണല്ലേ ഇയാൾ ഒരു ഇറസ്പോൺസിബിൾ ഫാദർ തന്നെ. ഇത്ര ഇറസ്പോൺസിബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ പറ്റില്ല. ഈ വാല്യൂ ഏത് മറ്റേ സാധാ പോക്കിമോൻ എന്നും കാണിച്ചാറ് ഏത് ഇനി വാൾട്ട് സെൻഡ് ഒരാൾട്ട് ഈ പോക്കിമോൺ എന്ന് പറയുമ്പോൾ ഇതിനെ ക്യാച്ച് ചെയ്യല്ലേ. ഫിറ്റ്നക്കും
അല്ല ഇയാളൊരു പോക്കിമോൺ ജിമ്മിൻ്റെ ലീഡർ, അവസാനത്തെ ജിമ്മ് കേട്ടോ, ആ ജിമ്മിൻ്റെ ലീഡർ. എന്നിട്ട് അയാളെ കണ്ട് സിസാക്കും ലെവൽ 7 വല്ല പവർഫുൾ 50 or 70 എന്തൊക്കെ പോക്കിമോണ് കൊടുക്കണ്ടേ. ഞങ്ങൾക്ക് സിസാക്കും കൊടുത്തിരുന്നു. കംബാക്ക് ചെയ്തിട്ട് പോക്കിമോൺ ത്രോ ചെയ്യാം. ഇതെങ്ങനെയാടേ പോക്കിമോണെ വിളിച്ചിക്കണ് ഫൈറ്റിൻ്റെ ഇടയിൽ വിളിച്ചിട്ട് എന്നിട്ട് ത്രോ ചെയ്യുക. ഒറ്റയടിക്കാനെ കിട്ടുമോന്. NCP അല്ലേ, NCPക്ക് എന്തായാലും കിട്ടണ്ടേ, അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. വേല ഇപ്പോൾ പോക്കിമോൻ ക്യാച്ച് ചെയ്തിട്ട് എന്നിട്ട് താങ്ക് യു. ഞാൻ വെറുതെ അവിടെ കാണാൻ നിൽക്കുക. അതന്നെ ഇയാൾ വൺ ഓഫ് ദി ഹിസ്റ്ററിയിലെ ഏറ്റവും പോക്കിമോൺ ഹിസ്റ്ററിയിലെ ഏറ്റവും ഇറസ്പോൺസിബിൾ ഫാദറാണ്. സ്വന്തം മോന് വേണ്ടിയൊന്നും ചെയ്യുക. പക്ഷേ എന്നിട്ടിപ്പോൾ ഫി വാണ്ട് ബിക്കോസ് സ്ട്രോങ് ഹെയർ ആൻഡ് ഹെഡ് ഫോർ ടെസ്റ്റ് അവിടുത്തെ ഓരോ എല്ലാ പോക്കിമോണിൻ്റെ ഇതിനെ എല്ലാവരെയും കളക്ട് ചെയ്തിട്ട് അവസാനം വന്ന് എന്നെ ചലഞ്ച് ചെയ്താൽ മതി, ഞാൻ വളരെ സ്ട്രോങ് ആണെന്ന് പറയാം. എന്താണല്ലേ പൊങ്ങച്ചം പറച്ചില്ലേ. ഞാൻ ഈ വീട്ടിലൊക്കെ ഒന്ന് കയറി നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടാകുന്നു. ഇവരെന്ത് നോർമൻ, അത് നോർമൻ, ഇവരൊക്കെ നോർമനെ പറ്റി എൻ്റെ ഡാഡിനെ പറ്റി പൊങ്ങിച്ചിരിക്കുക, എന്നിട്ട് തള്ളി ഇട്ടുകൊണ്ടിരിക്കുക കേട്ടാ. ഒടുക്കത്തെ തള്ളയിൽ ഇട്ടുകൊണ്ടിരിക്കുക, പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുക. സത്യമായിരിക്കും അവർക്ക് അല്ല എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാവും, എല്ലാം പൊക്കിക്കൊണ്ടിരിക്കുക. ഇത്ര ഇറസ്പോൺസിബിൾ ഫാദറിനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുക മോൻ്റെ അടുത്ത് നിന്നിട്ട്. എന്ത് ഈ ഓൾഡ് മോണിനെ എന്താ വേണ്ടിയ, എന്തോ ട്രാവൽ റൂം ഒരു മൂൺ സ്റ്റോൺ വേണമെന്ന് വേനോ ഒന്ന് കൊടുന്നെടുത്താൽ എന്താ കിട്ടുക. എന്തായാലും ഒന്ന് പറഞ്ഞേക്കാം, സൈഡ് കോസ്റ്റ് അല്ലേ, വെറുതെ എടുത്ത് വെച്ചേക്കാം. കുറേ അവസാനം നമുക്ക് ചിലപ്പോൾ കിട്ടുമെങ്കിലോ, കിട്ടിയാൽ കൊടുന്നിടത്തേക്ക് ആവശ്യമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെ എടുക്കും. പിന്നെ NCPകളെ പറ്റി നമ്മൾ കെയർ ചെയ്യണം. നോ ചിലപ്പോൾ നമ്മൾ തന്നെ പോക്കിമോണിനെ ഇവോൾവ് ചെയ്യാർക്ക്, അല്ലെങ്കിൽ എടുത്തില്ലെങ്കിൽ ഇയാൾ എന്തെങ്കിലും നല്ല തന്നാൽ നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഒരു കാര്യം കിട്ടുക മോനെ. ഇയാളെന്ത് വെറുപ്പുള്ള പിന്നെ വെള്ളത്തിൽ എൻ്റെ മുകളിൽ അതിൻ്റെ പ്രാതത്തിൻ്റെ മുഖം കാണൂടാ. പിന്നെ എന്താ പറയുന്നത് NCP? എന്തായാലും ഇയാളെന്താണ് ഈ പറയുന്നത്? അയാൾ വേലയുടെ അച്ഛനാണല്ലേ, അപ്പോൾ എന്ത് നമ്മളോട് നല്ല ടേക്ക് കെയർ ചെയ്യാനൊക്കെ പറയണ ആളെ. ഇനി നമുക്ക് അടുത്ത ടൗണിലേക്ക് പോകേണ്ട സമയമായിരിക്കണം ഗായ്സ്. അടുത്ത ടൗണിൻ്റെ വീഡിയോ ഇനി ഇത് സെക്കൻഡ് എപ്പിസോഡിൽ ഞാൻ വരാം. ഇനി അടുത്തൊരു എപ്പിസോഡ്, ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ കഴിയാണ്. അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ എന്തായാലും വരുന്നതാണ്. ഇതിൻ്റെ സെക്കൻഡ് എപ്പിസോഡ് ഉറപ്പായത് ഒരു സീരീസാണ്, പോക്കിമോൺ എമറാൾഡ് വാക്ക് സീരീസാണ്. അതിൽ നമ്മൾ എന്തായാലും വരും. അതായിട്ട് ഇനി വരുന്നവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് വന്നാൽ അപ്പം തന്നെ അറിയാൻ വേണ്ടി ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക, ലൈക്ക് അടിക്കുക, വീഡിയോ ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക ഗായ്സ്. ഓക്കെ, ബൈ, സീ യു.